റമദാനെ നമുക്കറിയാം, അപ്പോൾ ഷെഹ്ർ ഫുർഖ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഷെഹ്ർ സൊബറും കൂടെയാണ്. റമദാനിൽ ശരിക്കും ഉണ്ടാവേണ്ട ആൾക്ക് സൊബറാണ്. ശരിക്കും സൊബർ ഉണ്ടാവും നോമ്പിൽ നമുക്ക്. അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും ഇപ്പോൾ ഞാനൊരു തമാശ രൂപേണ പറയാം. സാധാരണ ഇപ്പം ഒരു വീട്ടിലൊരു ഉപ്പ ഉമ്മ മക്കളുണ്ടാകും. ഉപ്പ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ഉപ്പ വന്നിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പണിതുകയല്ലോ. അപ്പോൾ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഉപ്പാക്ക് നോമ്പാട്ടോ, അങ്ങനെ ചെല്ലണ്ട. അതിനർത്ഥം എന്താ വെച്ചാൽ ഉപ്പ കുറച്ചൊക്കെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ടിരിക്കുക, ചെന്നപ്പോൾ ഉപ്പ ദേഷ്യപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഉപ്പാക്ക് നോമ്പാണ് എന്നുള്ളതാണ് നമ്മൾ പറയാം. അതേപോലെ ചിലപ്പോൾ പറയും, ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ വികൃതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും, ഈ അവിടെ നിൽക്കട്ടെ, നിസ്കാരം കഴിഞ്ഞതിനെ കാണിച്ചു തരാമെന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ എവിടെയാണ് സൊബർ എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കണം. നമുക്ക് ഈ ആരാധനകളിലൂടെ കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ശരിക്കും നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്രമത്തിൽ അതിങ്ങനെ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുക എന്നല്ലാണ്ട് കിട്ടേണ്ട കുറേ ഗുണങ്ങൾ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രവർത്തനം എടുത്ത് നോക്കിയാലും അതിന് വളരെ കൃത്യമായി നിയ്യത്ത് ഉണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. പിന്നെ അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കുറേ ആളുകൾ ഇതുപോലെ കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. റസൂൽ തന്നെ ചോദിച്ചില്ല, മനിൽ മുഫ്ലിസ്, പാപ്പരായവരാരാ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. ശരിക്കും ആ ഹദീസിലേക്ക് ഇങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ആലോചിച്ചാൽ സ്വർഗ്ഗം കിട്ടാൻ ശരിക്കും ഏറ്റവും ഭാഗ്യം ലഭിച്ച ആളുകൾ നമ്മളാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നന്മ ചെയ്താൽ അതിന് ഇരട്ടി പ്രതിഫലമുണ്ട്. പക്ഷെ തിന്മ ഒന്ന് ചെയ്താലോ ഒരു തിന്മയുള്ളൂ, അതിൻ്റെ ശിക്ഷയുള്ളൂ. അഥവാ ഇപ്പോൾ നമുക്കറിയാം, റമദാനിൽ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാൽ ഫർദിൻ്റെ കൂലിയാണ്, ദാനം ചെയ്താൽ ഇരട്ടിയാണ് പ്രതിഫലം. ഇങ്ങനെ നമുക്ക് അപ്പോൾ സ്വർഗ്ഗം നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ നരക അവകാശമായി പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ മനസ്സിൽ ഈ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന കുറേ തോട്ട്സ്, കുറേ ചിന്തകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് ഇവർ കുറേ ചെയ്തു, നമസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പെടുത്തു, ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പാപ്പരാണ്. കാരണം ആളുകളോട് വിദ്വേഷം ഉണ്ടാവും മനസ്സിൽ, ആളുകളെ മോശമായി പറഞ്ഞിട്ടുണ്ടാവും, രക്തം ചിന്തിയിട്ടുണ്ടാവും, മറ്റുള്ള അന്യൻ്റെ സ്വത്ത് തിന്നിട്ടുണ്ടാവും. ഇതൊക്കെ എന്തായാലും പുറത്ത് നമസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാഹ്ക്കത് വേണ്ട. അപ്പോൾ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോകണം. ഇത്രയും വലിയ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ട് നമ്മളതിനെ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ, അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് നമ്മളോട്. മിമ്പറിൽ ഇങ്ങനെ കയറി 3 തവണ ആമീൻ പറഞ്ഞപ്പോൾ അതിലൊരു പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിൽ റമദാൻ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ സാധ്യമായിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്ന പ്രാർത്ഥന. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ആരാ പ്രാർത്ഥന? ജിബ്രീലാണ്. മലക്കുകളിൽ ശ്രേഷ്ഠൻ്റെ പ്രാർത്ഥനയാണ്. മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠരായ പ്രവാചകനാണ് അതിന് ആമീൻ പറയുന്നത്. ആ പ്രാർത്ഥന എവിടുന്ന? ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായി പുണ്യമാക്കപ്പെട്ട സ്ഥലത്തു നിന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. അതിനർത്ഥം അത് സ്വീകരിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്താണ്? ജീവിതത്തിൽ റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കാത്തവനെ ഞാൻ ശപിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ആലോചിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ റമദാൻ, അവിടെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് റമദാനിലേക്ക് ശരിക്കും നല്ല തുടക്കം കിട്ടും.